ഇതാര്? സതീശൻ. How are you? സർപ്രൈസ് ആയിരുന്നു. ഒന്ന് വിളിച്ചു പോലും പറയാതെ വന്നല്ലോ. സർപ്രൈസുകളൊക്കെ ഇന്ന് ഇവിടെ ഉണ്ട്. അമ്മേ എന്തോ കണ്ടോടി. നന്നായി വരട്ടെ. ഒന്നേ ഉള്ളെന്നാ ഞാൻ കരുതിയത്. അമ്മ പിന്നെ അമ്മ ഞാനൊരു കാര്യം പറയുമ്പോ അമ്മ ഞെട്ടരുത്. അത് വേണം. അച്ഛാ ഒരു മിനിറ്റ്. അച്ഛാ വർഷങ്ങളായിട്ട് അച്ഛന്റെ നെഞ്ചിൽ കിടന്ന എരിയുന്ന കനലേ ഞാനിന്ന് കെടുത്താൻ പോവാ. 25 വർഷമായി ഞാൻ സിഗരറ്റ് വലി നിർത്തിയിട്ട്. ആ കനൽ എന്നേ അണഞ്ഞു പോയടാ. പിന്നെ എന്തിനാ നീ കിടത്തുന്നേ? അതൊന്നുമല്ല, പിന്നെ ഇന്ന് ഈ വീട്ടിലൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? ഇന്ന് ഞാൻ പൊട്ടിക്കും. എന്ത് സർപ്രൈസ്? അമ്മ സർപ്രൈസ് ഉണ്ട്, ഞാൻ പൊട്ടിക്കും. ഇവൻ എന്ത് സർപ്രൈസ്? ഒന്ന് കണ്ണടത്തെ. അമ്മ ഒന്ന് കണ്ണട. എന്ത് ചെയ്യുന്നത്? കണ്ണടക്ക് കാണിക്കട്ടെ. ചെറുക്കന്റെ ഓരോരോ കുസൃതികള്. അച്ഛാ നോക്കരുത്, ഞാൻ പറഞ്ഞിട്ട് നോക്കാവൂ. സർപ്രൈസ് ആണ്. ഓക്കെ അല്ലേ? എടാ തെണ്ടി രാജാച്ചേ, നീ എങ്ങനെ ഇവിടെ വന്നടാ? അച്ഛാ ഇറങ്ങടാ പട്ടിയെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വീട്ടിൽ വരുന്ന അതിഥിയെ അപമാനിക്കരുത് കേട്ടോ. രാജേഷ് എന്തിനാ തീ തുടങ്ങരുത്? രാജേഷ് എന്റെ ഹേമയെ കാണാൻ വന്നതാ. അച്ഛൻ എന്താ കാണിക്കുന്നത്? ഇവിടെ സൊസൈറ്റി മാറി. എടാ നിന്റെ സൊസൈറ്റി അല്ലേ എന്റെ സൊസൈറ്റി. നീ ആദ്യം അത് മനസ്സിലാക്ക. നീ എന്ത് പരിപാടിയെ കാണിക്കുന്നേ? അച്ഛാ രാജേഷ് ഹേമയെ കാണാൻ വേണ്ടി വന്നത്, അതെന്താ തെറ്റ്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ എതിർക്കുവാണെങ്കിൽ ഞാൻ ഹേമയെ കല്യാണം കഴിച്ച് ചെക്കോസ്ലോവാക്യയിലേക്ക് പോകുമ്പോ രാജേഷ് വേണ്ടി കൂടെ കാണും. ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കും. സംസ്കാരം നമ്മുടെ വീട്ടിൽ നടപ്പാക്കാൻ പോകുക. എന്റെ മോക്ക് രണ്ട് കെട്ടിയോനാ. എടാ ആ സംസ്കാരം എന്റെ വീട്ടിൽ നടക്കത്തില്ലടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താ പോക്കർത്തരം കാണിക്കണ്ടേ? ഞാൻ പോക്കർത്തരം ഒന്നും കാണിച്ചിട്ടില്ല. അച്ഛനാ പോക്കർത്തരം കാണിച്ചത്. ഹേമേ അച്ഛൻ പോക്കർത്തരം കാണിച്ചില്ലേ? ഹേമേ അമ്മേ അച്ഛൻ പോക്കർത്തരം കാണിച്ചു. എന്താ പോക്കർത്തരം കാണിച്ചെന്ന്? എന്ത് കാണിച്ചെന്ന്? അച്ഛൻ അവിഹിതത്തിലൊരു മകനില്ലേ? നിങ്ങൾക്ക് അവിഹിതത്തിൽ മകനുണ്ടോ? പണ്ട് ഞാൻ ബോംബെ ജോലിക്ക് പോയപ്പോ അങ്ങനെ ഒരു അബദ്ധം പറ്റിയായിരുന്നു. പക്ഷെ ഞാനതെല്ലാം സെറ്റിൽമെന്റ് ചെയ്ത. ഇപ്പൊ ഒരു പ്രശ്നമില്ല. അയ്യോ എന്റെ കെട്ടിയോ പിഴച്ചു പോയേ. അവിഹിതത്തിൽ മകനുണ്ട്. അമ്മേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛന്റെ സ്വന്തം ചോരയിൽപ്പെടുന്ന കുഞ്ഞ് രാജേഷ്. രാജേഷ് അച്ഛന്റെ കാലത്തോട്ട് വന്നിക്കടാ. എടാ പട്ടി പൊക്കോ അവിടുന്ന്. എടാ ഇത് വടക്കേലെ സുകുമാരന് പോ രാജേഷാടാ. എന്റെ ചെറുക്കിലൊക്കെ ബോംബെ കിടക്കുവാടാ. അല്ല